ഇനി അടുത്തത് നമുക്ക് 22ാമത്തെ ശ്ലോകമാണ്. ത്വം ന സന്ദർശിതോ ധാത്ര ദുസ്തരം നിസ്ഥിതീർഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം. ത്വം എന്ന് പറഞ്ഞാൽ അങ്ങ്, ന സന്ദർശിതഃ, നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്. അവിടെ രണ്ട് വാക്കുകൾ വരുന്നുണ്ട്. ന സന്ദർശിതോ, നഹ സന്ദർശിത. ചില ഗ്രന്ഥങ്ങളിൽ അത് ചേർത്ത് എഴുതിയിട്ടുണ്ടാവും. ന സന്ദർശിതോ എന്ന് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ അവിടെ സാ കൂട്ടക്ഷരമായിരിക്കും. ചില ഗ്രന്ഥങ്ങളിൽ അത് പദം പിരിച്ചു തന്നെയാവും എഴുതിയിരിക്കുക. നഹ സന്ദർശിതോ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് വായിക്കുന്നതാണ് കൂടുതൽ ശരിയെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ന സന്ദർശിതോ, സാ കൂട്ടക്ഷരം വരുന്നത്. നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്. സന്ദർശിത, ഞങ്ങളെ സന്ദർശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ കാണിച്ചു തന്നു. ധാത്ര ദുസ്തരം നിസ്ഥിതീർഷതാം. ധാത്ര എന്ന് പറഞ്ഞാൽ ധാതാവിനാൽ, അതായത് ദൈവത്താൽ, ദുസ്തരം കടക്കുവാൻ പ്രയാസമുള്ളതായിട്ടുള്ള, നിസ്ഥിതീർഷതാം അതേസമയം കടക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഞങ്ങൾക്ക്. അപ്പോൾ കടക്കുവാൻ പ്രയാസമുള്ളതും എന്നാൽ കടക്കുവാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഞങ്ങൾക്ക് ഭഗവാനെ അങ്ങ് കാണിച്ചു തന്നുവല്ലോ. സന്ദർശിതഃ കലിം സത്വഹരം പുംസാം. കലിം, കലിയെ. അപ്പോൾ കടക്കുവാൻ പ്രയാസമുള്ളതും കടക്കുവാൻ ആഗ്രഹിക്കുന്നതും ഈ കലിയെയാണ്. കലികാലത്തിൽ കലിദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, അതിൽ നിന്നും അതിനെ ജയിച്ചു മുന്നേറുക എന്ന് പറയുന്നത് അത്യന്തം ദുഷ്കരമാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ കലിദോഷങ്ങളുടെ ഒരു അംശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം നമ്മളിലുമൊക്കെ കാണാം. അപ്പോൾ അതിൽ നിന്നും മാറി നിൽക്കുക എന്ന് പറയുന്നത് അത്യന്തം ദുഷ്കരമാണെന്നാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. സത്വഹരം പുംസാം. സത്വഹരം, സത്വത്തെ ഹരിക്കുന്നത്, അതായത് സത്വഗുണത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള ആരുടെ? പുംസാം, മനുഷ്യരുടെ, പുമാന്മാരുടെ, മനുഷ്യരുടെ സത്വഗുണത്തെ നശിപ്പിക്കുന്നതും അതേസമയം കടക്കുവാൻ പ്രയാസമുള്ളതും കടക്കുവാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഈ കലിയെ. കർണധാര ഇവാർണവം. കർണധാര എന്ന് പറഞ്ഞാൽ ഒരു കടത്തുകാരനെ പോലെ, കപ്പൽക്കാരനെ പോലെ. ഇവ എന്ന് പറഞ്ഞാൽ അതുപോലെ. കർണധാര ഇവ അർണവം. ഇവ അർണവമാണ്. കപ്പൽക്കാരനെ പോലെ. കർണധാര ഇവ. അർണവം എന്ന് പറഞ്ഞാൽ ഈ സമുദ്രത്തെ. അപ്പോൾ ഇവിടെ പറയുകയാണ് മനുഷ്യരുടെ സത്വഗുണത്തെയും ആ സത്വഗുണ മൂലമുണ്ടാകുന്നതായിട്ടുള്ള മനഃശുദ്ധിയെയും ഒക്കെ നശിപ്പിക്കുന്നതാണ് ഈ കലിദോഷങ്ങൾ എന്ന് പറയുന്നത്. കലികാലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. അങ്ങനെ കലിയാൽ വ്യാപിക്കപ്പെട്ട് കിടക്കുന്നതാണ് ഈ സംസാര സാഗരം മുഴുവനും. അങ്ങനെയുള്ള ഈ സംസാര സാഗരത്തെ കടക്കുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമാണ്. എന്നാൽ എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇതിനെ ഒന്ന് കടന്നു കിട്ടുവാനാണ്. അതിന് ഞങ്ങൾക്ക് ഒരു കപ്പൽക്കാരനെ പോലെയാണ് ഭഗവാനെ അവിടുന്ന് ഞങ്ങൾക്ക് അങ്ങയെ കാണിച്ചു തന്നത് എന്ന് പറഞ്ഞാൽ സൂതനെ കാണിച്ചു തന്നത്. അപ്പോൾ ഈ സംസാര സാഗരത്തെ ശാന്തമായി കടക്കുന്നതിന് ഭഗവത് കഥാശ്രവണം ഒന്ന് തന്നെ മതി എന്ന്
പറഞ്ഞു തരികയാണ്. ആ കഥാശ്രവണത്തിനായിക്കൊണ്ട് ഭഗവാൻ ഞങ്ങൾക്ക് എത്തിച്ചു തന്നതാണ്. അല്ലയോ സൂത, അങ്ങയെ ഞങ്ങൾക്ക് ഭഗവാൻ കാണിച്ചു തന്നതാണ്, ഭഗവാനാൽ കാണിപ്പിക്കപ്പെട്ടതാണ്. എന്തിനു വേണ്ടി? ഈ കലികാലത്ത് ഞങ്ങളും ഈ സംസാരസാഗരത്തെ, കലിദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, സംസാരസാഗരത്തെ ഒന്ന് കടക്കുവാൻ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്, ഞങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ അതിനൊരു തോണിയുമായിട്ട് അങ്ങ് വന്നിരിക്കുക. ആ തോണിയിൽ ഞങ്ങളെ ഏറ്റി ഭഗവത് കഥകൾ കൊണ്ട് ആ തോണി തുഴഞ്ഞ് ഏതായാലും ഇന്ന് മറുകരയെത്തും അല്ലെ. ജനിക്കുന്നതിനൊക്കെ ഒരു അവസാനവുമുണ്ട്. പക്ഷേ ജനനവും മരണവുമല്ല വിഷയം, അതിനിടയ്ക്കുള്ള ഒരു കാലം നമ്മൾ എങ്ങനെ കഴിച്ചു കൂട്ടുന്നു എന്നതാണ് പ്രധാനം. കാരണം ജനനവും മരണവും എല്ലാവർക്കും ഉള്ളതാണ്. അത് ആർക്കും നിശ്ചയിക്കുവാനാവാത്ത ഒന്നാണ്, ആരുടെയും നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മൾ എത്ര അല്ലേ, വലിയ വലിയ രോഗങ്ങൾ വന്നാൽ നമുക്കൊക്കെ തോന്നാം നമ്മളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ആ പണം കൊണ്ട് നമുക്ക് ആ രോഗത്തെയും മറികടക്കാനാവും. എത്ര വലിയ ഹോസ്പിറ്റലിൽ പോയി, ഏത് നാട്ടിൽ പോയി വേണമെങ്കിലും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് നമ്മളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പണമുണ്ടെങ്കിൽ രോഗത്തിന് പോലും നമ്മളെ കീഴടക്കുവാനാകില്ല. നമ്മൾ ഈ ലോകം ജയിച്ചു എന്നൊക്കെ ധരിച്ച് നടക്കുന്നവരുണ്ട്. പക്ഷേ എവിടെ പോയാലും രക്ഷപ്പെടില്ല എന്നൊരവസ്ഥ വരുമ്പോഴാണ് നമ്മുടെ ബലമെന്ന് നമ്മൾ കരുതിയിരുന്ന പണമാകട്ടെ അല്ലെങ്കിൽ മറ്റാൾബലമാകട്ടെ സ്വാധീനമാകട്ടെ എത്ര നിസ്സാരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇനിയും ഒരു രോഗവും വരണ്ട. എത്രയോ പേര് നിൽക്കുന്ന നിൽപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു, അവരൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ജനിക്കുന്നത് എപ്പോഴെന്നോ എവിടെയെന്നോ അറിയില്ല, എങ്ങനെയെന്നറിയില്ല. ചിലർ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് ജനിച്ചു പോകുന്നു, ചിലർ കാലം 9 മാസം തികയും മുൻപ് പ്രസവിച്ചു പോകുന്നു. ഇങ്ങനെ തുടങ്ങി ജനനവും മരണവും നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നാലോ ഇടയ്ക്കുള്ള ഈ കാലയളവ്, ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള ഒരു കാലയളവിൽ ഓരോ വ്യക്തിയും എന്താണോ അതാണ് ഓരോ വ്യക്തിയും എങ്ങനെയാണോ ജീവിക്കുന്നത് അതാണ് ആ വ്യക്തി എന്താണ് എന്ന് ലോകത്തിനെ അറിയിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തിനോട് വിളിച്ചു പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ വാക്കും കർമ്മവുമാണ് നമ്മൾ എന്താണ് എന്ന് നിശ്ചയിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേടുന്ന സമ്പത്തോ പണമോ ഒന്നും തന്നെയും നമ്മൾ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല, നിർവചിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ഓരോ വാക്കിലും നോക്കിലുമാണ് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ നമ്മൾ കാണപ്പെടുന്നത്. നമ്മൾ എത്ര വില കൂടിയ വസ്ത്രം ധരിച്ചാലും അല്ലെങ്കിൽ മറ്റേതെല്ലാം രീതിയിൽ നമ്മുടെ ഉള്ളിലെ നമ്മളെ മറയ്ക്കുവാൻ ശ്രമിച്ചാലും നമ്മുടെ ഓരോ നോക്കിലും വാക്കിലും ആ ഉള്ളിലുള്ള വിചാരങ്ങൾ നമ്മൾ അറിയാതെ പുറത്തു വരുന്നുണ്ട്. അതാണ് ഒരു വ്യക്തിയെ നീചനാക്കുന്നതും മഹാത്മാവാക്കുന്നതും അഥവാ ശ്രേഷ്ഠനാക്കുന്നതും. നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും ഒരു വാക്കുകൊണ്ട് പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ഈ ലോകത്ത് ജീവിക്കുവാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഉപകാരം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടുവാൻ കഴിയുന്നത്. കാരണം നമ്മൾ ഒരാളിനെ ഒരു വാക്കുകൊണ്ട് വേദനിപ്പിക്കുമ്പോൾ ആ വാക്ക് പറയുന്ന ആള് ചിലപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ അത് മറക്കും. പക്ഷേ കേൾക്കുന്ന ആളിൻ്റെ ഉള്ളിൽ അത് ഏൽപ്പിക്കുന്ന മുറിവുകൾ അതിന് ആഴമേറെയായിരിക്കും. അത് നിമിഷങ്ങളല്ല, ദിവസങ്ങളല്ല, ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും വേണ്ടി വന്നു എന്നിരിക്കാം ആ മുറിവൊന്ന് ഉണങ്ങി തുടങ്ങുവാൻ. എന്നാൽ പോലും അതിൻ്റെ പാട്, അതിൻ്റെ ആ ഒരു നമ്മൾ പറയില്ലേ പൊള്ളിയാൽ അതിൻ്റെ ആ ഒരു പാട് അവിടെ അങ്ങനെ കിടക്കും കുറേ കാലങ്ങളോളം എന്ന് പറഞ്ഞതുപോലെയാണ് വാക്കുകൾ കൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവുകളും. ആയുധങ്ങളേക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ കഴിയുന്നതാണ് വാക്കുകൾ. ആ വാക്കുകൾ കൊണ്ട് ഏൽപ്പിക്കുന്ന മുറിവുകളാകട്ടെ മുറിവേൽപ്പിക്കുന്ന ആളിൽ നിന്നും കൈവിട്ടുപോയ ആയുധം പോലെയാണത്. ആ മുറിവേൽപ്പിക്കുന്ന ആള്
അടുത്ത നിമിഷം ചിലപ്പോൾ അത് മറക്കും. കാരണം അവൻ്റെ ഉള്ളിലെ ശരിയായ ആ വ്യക്തി എന്താണോ അതാണ് അവൻ്റെ വാക്കുകളിലൂടെ അവൻ അറിയാതെ പുറത്തേക്ക് വരുന്നത്. ചിലപ്പോൾ ഈ ഒരു നിമിഷത്തിന് ശേഷം വീണ്ടും ആ വ്യക്തി പഴയ മാന്യതയുടെ പുറംചട്ടയണിഞ്ഞ് അവൻ്റെ നിത്യജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടാവും. എന്നാൽ ഈ വാക്കുകൾ ആഴത്തിൽ പോറലേൽപ്പിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രക്തം പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്രണങ്ങളുമായി കാലാകാലം ജീവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ ഈ ജന്മം ചെയ്യുന്ന വലിയൊരു പാപമാണത്. മറ്റൊരാളിനെ ശാരീരികമായോ മാനസികമായോ വേദനയിലേക്ക് തള്ളിവിടുന്നത് നമ്മൾ ഈ ജന്മം ചെയ്യുന്ന ഏറ്റവും വലിയ പാപങ്ങളിലൊന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതെ ശാന്തരായി നമുക്ക് ഈ ജീവിതത്തിൽ ജീവിക്കുവാൻ, ജീവിതത്തെ നേരിടുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിന് ഇതുപോലെയുള്ള സത്സംഗങ്ങളുടെ, ഇതുപോലെയുള്ള സജ്ജനങ്ങളുടെ ഒരു സാമീപ്യം, അവരുടെ ഒരു സാന്നിധ്യം, അവരുമായുള്ള ഒരു സംഘം ചേരലൊക്കെ നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മുടെ ഉള്ളിലെ ഈ കലിയുടെ ദോഷങ്ങളൊക്കെ അനിവാര്യമായിട്ടുള്ളതാണ്. പക്ഷെ അതിനെ തരണം ചെയ്യുവാൻ ഓരോ നിമിഷവും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ എത്ര കൂടുതൽ ഭഗവത് കഥകളിലേക്ക്, ഇതുപോലെയുള്ള സദ്വിചാരങ്ങളിലേക്ക് മനസ്സിനെ ചേർത്ത് നിർത്തുന്നുവോ അത്ര കണ്ട് മനസ്സ് കലിദോഷങ്ങളിൽ നിന്നും ദൂരെ നിൽക്കും. തന്നെയുമല്ല, ഭഗവാന്റെ ഓരോ ലീലകളും നമുക്ക് പറഞ്ഞു തരുന്ന മഹത്തായ അനേകം സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളൊക്കെ തന്നെയും നമ്മൾ മനുഷ്യരായി പിറക്കുന്ന ഒരാൾ എങ്ങനെ ജീവിക്കണം, എന്താകാം, എന്താകരുത് എന്ന് വ്യക്തമായി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഭഗവത് കഥകളുടെ ഒരു മാധുര്യം, അതിൻ്റെ ഒരു രസം അനുഭവിക്കുന്നതോടൊപ്പം നമ്മളെ അരുതാത്ത വഴികളിലൂടെ നടക്കാതെ, അതൊരു വാക്കുകൊണ്ട് പോലും നമ്മൾ പ്രകോപിതരാകാതെ ശാന്തരായി ജീവിതത്തെ നേരിടുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് സത്സംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ കഥകൾ കേൾക്കുന്നതിന് ഒരു തോണിക്കാരനെ പോലെ ഭഗവാനാണ് അങ്ങയെ ഞങ്ങളുടെ മുൻപിൽ കൊണ്ടു തന്നത്. ആ ഒരു സുദർശനം ഞങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്, അല്ലയോ സൂത, ഭഗവാന്റെ ഒരു കൃപയാണ്, ഞങ്ങൾക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണ് എന്ന് സൂതനോട് പറയുകയാണ്. ഇവിടെ ഒരു കപ്പൽക്കാരനെ പോലെയാണ് എന്ന് പറഞ്ഞു. അതായത് പിന്നീട് എൻ്റെ ജീവിതത്തെ കരയ്ക്ക് ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആ കപ്പൽക്കാരനാണ്, സുരക്ഷിതമായിട്ട് അത് ഏൽപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ കപ്പലിനുള്ളിൽ നമ്മൾ കടക്കാൻ തയ്യാറായാൽ നമ്മളല്ല പിന്നെ നമ്മളെ നയിക്കുന്നത് ആ അമരത്തിരിക്കുന്ന ആളിൻ്റെ ശക്തിയാണ്, കഴിവാണ്. എന്ന് പറഞ്ഞാൽ അമരത്തിരിക്കുന്നത് ഈ സൂതനാണെങ്കിൽ ശക്തിയായി വർത്തിക്കുന്നത് ഭഗവത് കഥകളാണ്. അപ്പോൾ ആ ഭഗവാന്റെ ശക്തി തന്നെ, ചൈതന്യം തന്നെ നമ്മളെ മറുകരയിൽ എത്തിച്ചുകൊള്ളും. പിന്നെ നമ്മുടെ അടുത്ത നിമിഷം എങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ജീവിതം പോകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല. കാരണം നമുക്ക് അമരക്കാരനായിട്ട്, തോണിക്കാരനായിട്ട് ആ ഭഗവാൻ തന്നെ ഭഗവത് കഥാരൂപത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന് കാണിച്ചു തരികയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത്വം ന സന്ദർശിതോ ധാത്ര ദുസ്തരം നിസ്ഥിതീർഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നമ്മൾ ആദ്യം പറഞ്ഞാൽ ന സന്ദർശിതോ, അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക. സാ കൂട്ടക്ഷരമാക്കി എടുത്തുകൊണ്ട് തന്നെ വായിക്കുക. പിന്നെ നിസ്ഥിതീർഷതാം, അവിടെ ഇർ എന്നെടുക്കാതെ രകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക. തിതീർഷതാം. ബാക്കിയൊക്കെ എളുപ്പമുള്ള ഇവാർണവം അവിടെ അകാരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും, പദം പിരിക്കേണ്ടതില്ല. ഇനി അടുത്തത്
ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ് 23-ാമത്തെ ശ്ലോകം. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ഠാമധുനോപേതേ ധർമ്മ കം ശരണം ഗത. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ. ബ്രൂഹി എന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നാലും, യോഗേശ്വരേ ആ യോഗങ്ങളുടെ ഈശ്വരനായ, യോഗങ്ങളുടെ ഫലദാതാവുമായിട്ടുള്ള കൃഷ്ണേ, ആ ശ്രീകൃഷ്ണൻ, ബ്രഹ്മണ്യേ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് ഹിതകാരിയായി വർത്തിക്കുന്നവനായിട്ടുള്ള, ധർമ്മവർമ്മണി ധർമ്മത്തെ രക്ഷിക്കുന്നവനായിട്ടുള്ള. നമുക്ക് എത്ര വിശേഷണങ്ങളാ ഭഗവാന്റെ. ധർമ്മത്തെ രക്ഷിക്കുന്നവനായ, ബ്രാഹ്മണരുടെ ഹിതത്തിനനുസരിച്ച് ഹിതകാരിയായിട്ടുള്ളവൻ എന്ന് പറഞ്ഞാൽ, ബ്രാഹ്മണൻ എന്നാൽ ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്. ബ്രാഹ്മണൻ ഒരു കുലത്തെ ഉദ്ദേശിച്ചല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നാം ബാക്കിയുള്ള വൈശ്യര്, ശൂദ്രര്, ക്ഷത്രിയര് ഭഗവാൻ അവരുടെ ഒന്നും ഹിതം നോക്കുന്നില്ലേ എന്ന് തോന്നാം. ഇവിടെ ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, ബ്രഹ്മത്തെ അറിയുന്ന എല്ലാവരും തന്നെയും ബ്രാഹ്മണരാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണരുടെ ഹിതകാരിയായിട്ടുള്ള ആ ഭഗവാൻ സ്വാം കാഷ്ഠാം അധുനോപേതേ, കാഷ്ഠാം അധുന ഉപേതേ, ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. സ്വാം എന്ന് പറഞ്ഞാൽ തൻ്റെ, കാഷ്ഠാം എന്ന് പറഞ്ഞാൽ തൻ്റെ സ്ഥാനത്തെ, അധുന ഇപ്പോൾ, ഉപേതേ പ്രാപിച്ചിരിക്കുമ്പോൾ, അതായത് ഭഗവാൻ ഇവിടെ നിന്നും തൻ്റെ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുമ്പോൾ, ധർമ്മ കം ശരണം ഗതഃ. ധർമ്മം കം എന്ന് പറഞ്ഞാൽ ആരെ, ശരണം ഗതഃ ശരണം പ്രാപിച്ചു എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അതായത് ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഇവിടെ നിന്നും തൻ്റെ അവതാര ലക്ഷ്യമൊക്കെ പൂർത്തിയാക്കി വീണ്ടും സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ, തൻ്റെ ധാമത്തെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ഇവിടെ ഇനി ധർമ്മം നിലനിൽക്കണമെങ്കിൽ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത്, ധർമ്മം എങ്ങനെ നിലനിന്നു എന്ന് കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ ഇവിടെ പറയുകയാണ്, ബ്രാഹ്മണരുടെ ഹിതത്തെ നോക്കുന്ന ഈ ഭൂമിയിൽ കലിദോഷമൊക്കെ മാറുന്നതിനായിട്ട് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ദോഷങ്ങളും മാറുന്നതിന്, കലിദോഷം മാത്രമല്ല, കാരണം ഭഗവാൻ പോകുന്നതിന് മുൻപും ഇവിടെ യാഗങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അങ്ങനെ ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ടും മറ്റ് യാഗങ്ങൾ തുടങ്ങിയ സത്കർമ്മങ്ങൾക്കുള്ള ഫലങ്ങളെ നൽകിയിരുന്ന ആ ഭഗവാനായ ഈശ്വരനായ ശ്രീകൃഷ്ണൻ, ഭഗവാൻ തിരികെ തൻ്റെ സ്വധാമത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞപ്പോൾ ധർമ്മം പിന്നെ ആരെയാണ് ആശ്രയിച്ചത്? ധർമ്മത്തിന് നിലനിൽക്കാൻ, അതിനെ സംസ്ഥാപിക്കുവാൻ ഒന്നും ഇവിടെ ആരും ഇല്ലാതെ പോയപ്പോൾ പിന്നെ ആ ധർമ്മം തന്നെ ആരെയാണ് ആശ്രയിച്ചത് എന്ന് കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. നോക്കൂ, ഇവിടെ ഉഗ്രശ്രവസ് എന്ന് പറയുന്ന ആ സൂതനോട് ശൗനകാദി മഹർഷിമാരുടെ ചോദ്യങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതൊക്കെ നമുക്ക് ഒരു തരത്തിൽ നോക്കിയാൽ നമ്മളെപ്പോലെ ഈ കലിയുഗവാസികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടാണെന്ന് കാണാം, അല്ലേ? മനുഷ്യർക്ക് ശാശ്വതമായിട്ടുള്ള ശ്രേയസ് ഉണ്ടാകുവാൻ പ്രയോജനപ്പെടുന്ന ധർമ്മം ഏതാണ് എന്നായിരുന്നു ഒരു ചോദ്യം. അതുപോലെ തന്നെ ഭഗവാന്റെ ആ ഒരു സൃഷ്ടിസ്ഥിതി ആദിയായിട്ടുള്ള ലീലകൾ ഏതൊക്കെയാണ്, ഈ അവതാര കഥകൾ എന്തൊക്കെയാണ്, സർവശാസ്ത്രങ്ങൾക്കും സാരമായിട്ടുള്ളത് എന്താണ്, ഈ കൃഷ്ണാവതാര ചരിതത്തിൻ്റെ പ്രത്യേകതകൾ, ഭഗവാൻ എന്തെല്ലാം ലീലകളാണ്, എന്തെല്ലാം പരാക്രമങ്ങളാണ് കാണിച്ചത്, ആ വീരപരാക്രമങ്ങളെ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. അതുപോലെ തന്നെ കലിയുഗം തുടങ്ങും മുൻപ് തന്നെ ഭഗവാൻ തൻ്റെ സ്വധാമത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കലിയുഗത്തിൽ ധർമ്മത്തിന് ആരെയാണ് ശരണം പ്രാപിക്കുവാൻ കഴിഞ്ഞത്, ധർമ്മം ആരെയാണ് ആശ്രയിച്ചത് തുടങ്ങി ലോകോപകാരമായിട്ടുള്ള സംശയങ്ങളാണ് ഇവിടെ മഹർഷിമാർ നമുക്കായിക്കൊണ്ട് ആ ഉഗ്രശ്രവസ് എന്ന് പറയുന്ന സൂതനോട് ചോദിച്ചത്.
ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ഠാമധുനോപേതേ ധർമ്മ കം ശരണം ഗതഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കാഷ്ഠാമധുനോപേതേ, കാഷ്ഠാം അധുന ഉപേതേ. അവിടെ കാഷ്ഠാം അധുന എന്ന് പറയുന്നിടത്ത് മായയുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ ധർമ്മ ഗത രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇതിലുള്ളത്. ഭഗവാന്റെ കൃപ കൊണ്ട് അങ്ങനെ പ്രഥമ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനിയും ഇത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നതിനുള്ള സമയമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ ചെയ്യാമെന്ന് കരുതുന്നു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ പ്രഥമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഥ ദ്വിതീയോധ്യായഃ. വ്യാസ ഉവാച. ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷിണി പ്രതിപൂജ്യ വചസ്തേഷാം പ്രവക്തുമുപചക്രമേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.